ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു നിമിഷം വരെ കേരളത്തിൽ നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള ന്യൂസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നത്. അത് പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയനെതിരെ വന്നിട്ടുള്ള കേസിനെ കുറിച്ച് പിണറായി വിജയൻ തന്നെ പറഞ്ഞതും അതേപോലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചെല്ലാം ചോദിച്ച ചോദ്യങ്ങൾക്കും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എന്താണ് പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ള ഡീറ്റെയിൽസും, അതുപോലെ തന്നെ മലയാള താരസംഘടനയായിട്ടുള്ള അമ്മയിലെ അൻസിബ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിന് അൻസിബ പ്രതികരിച്ച മറ്റുള്ള താരങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ച് മൊത്തം ഇതിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സൗദിയിൽ 20 വർഷത്തോളം ജയിലിൽ കിടന്ന അബ്ദുൾ റഹീം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വന്നതിനെക്കുറിച്ച് ആ ഒരു സെലിബ്രേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ശൈലജ ടീച്ചർ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഒരു 10 മിനിറ്റിനുള്ളിൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തൊക്കെ, എന്നാൽ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. ഇനി എന്താണ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യമേ പിണറായി വിജയൻ്റെ കാര്യം തന്നെ പറയാം. പിണറായി വിജയൻ്റെ വീട്ടിൽ മെനഞ്ഞാന്നായിരുന്നു ED റെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ED റെയ്ഡ് വന്ന ദിവസം ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലും മെയിനായിട്ടുള്ള ന്യൂസ് ചാനൽസും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ED റെയ്ഡ് വന്ന സമയത്ത് CPM പ്രവർത്തകർ അവിടെ നടത്തിയിട്ടുള്ള പ്രതിഷേധവും ആ ഒരു ED റെയ്ഡ് നടത്തിയതിന് ശേഷം തിരിച്ചു പോയ ഉദ്യോഗസ്ഥർ പോയ കാറിൻ്റെ ചില്ലുകൾ മൊത്തം അടിച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ആ ഒരു ചെയ്തവർക്ക് കണ്ടാൽ അറിയുന്ന 10-12 പേരെ അടക്കം അറസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെല്ലാം എതിർ പാർട്ടിക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, പിണറായി വിജയനെ തേടിയൊന്നും അല്ല ED വന്നിട്ടുണ്ടായിരുന്നത്, മകളായിട്ടുള്ള വീണ വിജയനെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു കമ്പനിയുടെ വീണ വിജയൻ്റെ കമ്പനിയുടെ പേരിലൊക്കെ ഉള്ള കുറേയധികം കേസും വിജയൻ്റെ പേരിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അതിൽ പിണറായി വിജയനെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഒരു CPM നേതാക്കളും അണികളും ഒക്കെ ഇതേ കണക്ക് പ്രതികരിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ഓപ്പോസിറ്റ് പാർട്ടിയൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ കുറേയധികം സോഷ്യൽ മീഡിയയിൽ എന്നെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇന്നത്തെ ദിവസം പിണറായി വിജയൻ ഉണ്ടെങ്കിൽ പ്രസ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രസ് മീറ്റിൽ വെച്ച് കുറേയധികം ചോദ്യങ്ങളൊക്കെ പിണറായി വിജയൻ്റെ അടുത്ത് ചോദിക്കുക, അതിന് ഓരോന്നായിട്ട് മറുപടി പറയുന്നുണ്ടായിരുന്നു. ആദ്യമേ ഉണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓരോ നിലപാടും ഓരോ തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച സമയത്ത് അതിന് ഇനി സമയമുണ്ടല്ലോ, ഇപ്പം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഈ ഒരു ED റെയ്ഡിനെ വീണ വിജയനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേയധികം മാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ പടച്ചു വിടുന്നുണ്ട്. അങ്ങനെ കുറേയധികം ഡീറ്റെയിൽ ഉണ്ട്, ഇങ്ങനെയുണ്ട്, അത്രയും പണമുണ്ട്, അങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. അതൊന്നും അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ട് എന്നുള്ള കാര്യമാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇതേ കണക്ക് ED റെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥർ വന്നിട്ട് മകളുടെ കാര്യമൊക്കെയാണ് അന്വേഷിച്ചത്, അല്ലാതെ എൻ്റെ അടുത്ത് വലിയ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളാണ്, അല്ലാതെ വേറെ വലിയ ഭയങ്കരമായിട്ടുള്ള മകൾക്കെതിരെ നിയമ നടപടിയൊന്നും ആയിട്ടില്ല. എന്തായാലും ഒരു ബാങ്ക് അക്കൗണ്ട് അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പിണറായി വിജയൻ വെളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പുറത്ത് വന്നതോടെയാണ് കുറേയധികം പേര് അടുത്ത ഒരു റൂമർ പോലെ ഇതാണ് ഉടനെ തന്നെ ED ഒക്കെ അറസ്റ്റ് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തായാലും പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മകളുടെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്തേക്കുവാണ് എന്നുള്ളൊരു കാര്യം. അതാണ് പിണറായി വിജയനെ പറ്റിയുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അതിനടുത്ത് മെയിനായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് മലയാള താരസംഘടനയായിട്ടുള്ള അമ്മയിൽ അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ള നടിയും ടിനി ടോമും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മറ്റ് കുറേയധികം നടിമാർ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് സംഭവം എന്ന് പറയുന്നത്, ഇതേ കണക്ക് അൻസിബ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു താരസംഘടനയായിട്ടുള്ള അമ്മയിലെ ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു വ്യക്തി പെട്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് രാജിവെക്കുന്നുണ്ട്. ചോദിക്കുന്ന സമയത്ത് ആദ്യമേ ഒന്നും എന്താണ് കാരണമെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നെ ഇതേ കണക്ക് ടിനി ടോമാണ് ഇതിന് കാരണം എന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ടിനി ടോം എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ച സമയത്താണ് അൻസിബ ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നത്. അതിനകത്ത് മെയിനായിട്ട് അൻസിബ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ പറ്റി ആവശ്യമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ അവിടെയുള്ള പലരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് തനിക്കുണ്ടെങ്കിൽ അമ്മയിലുള്ള ഒരാളുമായിട്ട്, ഒരു നടനുമായിട്ട് അവിഹിതമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലും ആ ഒരു നടൻ വലിയൊരു നടനാണ് എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ താനൊരു ജിഹാദി ആണെന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടിനി ടോമിൻ്റെ ഡ്രൈവറിനെ താൻ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ കുറേയധികം ആരോപണങ്ങൾ തനിക്കെതിരെ ടിനി ടോം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്, ഇതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് ആ ഒരു രാജി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം വേറെ നടിമാരും ഇതേ കണക്ക് തനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ആ സമയത്ത് അൻസിബ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിരുന്നു. പക്ഷേ ആദ്യമേ ഞാനുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വേതാ മേനോനാണല്ലോ പ്രസിഡൻറ്റ്, പക്ഷേ അവർ ഇത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു. അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ, നിങ്ങളതങ്ങ് പറഞ്ഞു തീർത്തോളൂ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള രീതിയിൽ, അതുകൊണ്ടാണ് താൻ രാജിവെച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അൻസിബയുടെ കാര്യം ഈ ഒരു അമ്മയിൽ ഫുള്ള് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അൻസിബ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയിൽ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ചർച്ച ചെയ്യാൻ, അവിടുത്തെ പരാതികളൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള രീതിയിൽ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റായിട്ട് വരുന്നത് അനുസരിച്ചുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തോട് അമ്മ യോജിക്കുന്നില്ല, അതിനെ ആ ഒരു അപ്പീൽ തള്ളി എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മറ്റ് കുറേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള കുറേയധികം യുവതികളും ഇതേ കണക്ക് അമ്മയിൽ എതിരെയായിട്ട് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാണിപ്പോൾ ലേറ്റസ്റ്റായിട്ട് അമ്മ താര സംഘടനയെ അൻസിബയും ടിനി ടോമിലും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മെയിനായിട്ട് കേരളത്തിൽ ഭയങ്കര ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് 20 വർഷത്തോളം സൗദി ജയിലിൽ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്ന അബ്ദുൾ റഹീമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ തന്നെ കുറേയധികം സന്തോഷത്തോടെ തൻ്റെ മകനെ തിരിച്ച് കിട്ടിയതിലൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കടന്ന് കറങ്ങുന്ന സമയത്താണ് ഈ ഒരു ശൈലജ ടീച്ചർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ, ഒരു തെറ്റ് ചെയ്ത് ജയിലിൽ കിടന്ന കുറ്റവാളിയെ വരെ ഈ കേരളത്തിൽ ഇത്രയും വലിയ ആഘോഷമാക്കുവാണോ, വീരാരാധനയൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല, പക്ഷേ ഒരു കുറ്റവാളിയൊക്കെ ഇതേ കണക്ക് ഭയങ്കര ആരാധനയോടെ കാണുന്നതൊക്കെ എന്താണ് ഇവിടുത്തെ മൈൻഡ് സെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇതേ കണക്കൊരു സെൻറ്റൻസും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ, ഇതിവിടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളൊരു കളിയാക്കുന്ന രീതിയിലും ശൈലജ ടീച്ചർ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറേയധികം പേര് ശൈലജ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എതിർത്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേയധികം പേര് ഇതൊക്കെ ടീച്ചർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, ഇതൊക്കെ ഇവിടെ മാത്രമേ നടക്കത്തുള്ളൂ, ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ വരെ ഇത്ര വലിയ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ അതിനെ സംരക്ഷിക്കാനും ആൾക്കാർ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം പേര്. മറ്റ് ചിലരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ആ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ട കണക്ക് അങ്ങ് കുറ്റവാളിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവരെ കുടുംബം തന്നെ അതിനെക്കുറിച്ച് ക്ഷമിച്ച് വിട്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം പേരുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ രണ്ട് ഭാഗമായിട്ടുണ്ട്. കുറേയധികം പേര് സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നുണ്ട്, അവർ എതിർത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ശൈലജ ടീച്ചർ പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതോ എതിർക്കുന്നുണ്ടോ, നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്.